അശോകേട്ടൻ്റെ അഭിനയശേഷിയെ ഒരു പരിധിവരെ ഉപയോഗിക്കാൻ സാധിച്ച ഒരു സിനിമയാണ്. നമുക്കറിയാം അശോകേട്ടൻ്റെ യഥാർത്ഥ അഭിനയശേഷി വീണ്ടും ഇനിയും ഒരുപാട് ഉപയോഗിക്കാനുണ്ട് മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പിന്നീട് പറയാം. ബാക്കി അശോകേട്ടൻ സംസാരിക്കും. സിനിമയെക്കുറിച്ച് ശിവൻ തന്നെ പറയണം. ഇത് ആദ്യം എന്നിലേക്ക് വരുന്നത് സത്യലേശൻ വഴിയാണ്. സത്യലേശനാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. ഈ കഥ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ അത് പട്ടം റഷീദ് മേക്കപ്പിലെ നമ്മുടെ ഉസ്താദായിട്ടുള്ള പട്ടം റഷീദാണ് അതിന് ചമയങ്ങൾ ഒരുക്കിയത്. അതിൻ്റെ ലൊക്കേഷൻ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇനിയും അവിടെ ഒരുപാട് സിനിമയിൽ ഉപയോഗിക്കാത്ത ഒരുപാട് മനോഹരമായിട്ടുള്ള ലൊക്കേഷനുകളുള്ള ഒരു സ്ഥലമാണ്. ഈ കഥയ്ക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ്. പിന്നെ ഈ ക്യാരക്ടറെ കുറിച്ചും ഇതിലെ കഥയെക്കുറിച്ചും ഞാനല്ല പറയേണ്ടത്, അത് കഥാകൃത്തും ഡയറക്ടറുമായിട്ടുള്ള ശിവൻ പറയും. എന്നാലും എനിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ ക്യാരക്ടർ ഫസ്റ്റ് ഇറങ്ങി ഇതിൻ്റെ ഷൂട്ടിംഗ് തീരുന്നത് വരെ എനിക്ക് നല്ല ത്രില്ലിംഗ് ആയിരുന്നു. ഓരോ സീനും നമുക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. ഭയങ്കര ഹെവി പെർഫോമൻസ് ഒന്നുമല്ല, എന്നാൽ വളരെ ലിമിറ്റായിട്ടുള്ള വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഇവരുടെ പ്രസൻസിൽ തന്നെ ഞാൻ ചെയ്ത് ശരിയാണോ എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, രണ്ടുപേരോടും ഞാൻ ചോദിക്കും ശരിയാണോ ശരിയാണോ. കാരണം ഒന്നാമത്തെ കാര്യം ഒരു സ്ലാങ് മലപ്പുറം അല്ലേ, മലബാർ ഒരു സ്ലാങ് ആണ്, വടക്കേ മലബാർ സ്ലാങ് ആണ് ഒന്ന്. രണ്ടാമത് ഒരു പാവം നിഷ്കളങ്കനായിട്ടുള്ള ആരുമില്ലാത്ത ഒരാളാണ് അബ്ദുറഹ്മാൻ. പക്ഷെ അവനൊരു ഉമ്മയുണ്ട്. ഉമ്മയും ഞാനെന്നാൽ എപ്പോഴും ഭയങ്കര വഴക്കാണ്. ആ ഉമ്മ ആരാണെന്നും ഉമ്മ ഒന്നും വന്നിട്ടില്ല ഇവിടെ. അത് പിന്നീട് സിനിമ കാണുമ്പോഴൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവര് പിണക്കവും പിന്നെ ഒരു കൂടലും അതെല്ലാം കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അത് ഞമ്മടം അധികം ഉറങ്ങുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യുന്നതിന് ഭയങ്കര കൊതിയായിരുന്നൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഏറ്റവും ആപാലമൃത്തം ജനങ്ങളുടെയും ഒരു അത്താണിയാണ് ശരിക്ക് ഈ അന്തരമാൻ നമ്മുടെ ക്യാരക്ടർ. ആരെന്ത് ആവശ്യപ്പെടുന്നു അതെല്ലാം ചെയ്തു കൊടുക്കുക. അത് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അതിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം. അത് സിനിമ കണ്ടാലേ പറ്റുള്ളൂ. കാരണം അത് ഞാൻ പറയുന്നത് ശരിയല്ല, അതിൻ്റെ ഓരോ പ്രത്യേകതയുള്ള ഓരോ ഇൻസിഡൻസും ഉണ്ട് അതിൻ്റെ അകത്ത്. എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു ഒരു നല്ല സിനിമ ചെയ്തതിൻ്റെ സംതൃപ്തി എനിക്കുണ്ട്. അത് നിങ്ങളെല്ലാവരുമായിട്ട്, അതായത് നമ്മുടെ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഈ അവസരത്തിൽ ബാക്കിയെല്ലാം നമ്മുടെ റൈറ്ററും ഡയറക്ടറുമുള്ള ശിവനും പിന്നെ സത്യനച്ചനും ഒക്കെ പറയും. ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഈ സിനിമാ വീട് എന്ന ബാനറിലാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സിനിമാ വീട് എങ്ങനെയുണ്ടായി എന്ന് ആലോചിച്ചാൽ പറയുകയാണെങ്കിൽ, കോവിഡ് കാലത്ത് നമ്മുടെ സിനിമയെ സ്നേഹിക്കുന്ന പയ്യന്നൂരും പരിസര പ്രദേശത്തും ഉള്ളവര് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കാണാനും സംസാരിക്കാനൊന്നും പറ്റാത്ത കാലഘട്ടമാണല്ലോ. ആ സമയത്ത് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് സിനിമയെ കുറിച്ച് സംസാരിക്കാനും അത്യാവശ്യം എഴുത്ത് കാര്യങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചായിരുന്നു. അപ്പോ ആ സമയത്ത് എഴുതിയതായിരുന്നു അന്തർമാന്റെ സ്ക്രിപ്റ്റ് ശിവേട്ടൻ. അപ്പൊ ശിവേട്ടൻ അത് എഴുതി കഴിഞ്ഞപ്പോ നമ്മൾ സാധാരണ പോലെ ഒരു പ്രൊഡ്യൂസറെ സമീപിക്കുകയും പ്രൊഡ്യൂസർ അത് ചെയ്യാൻ ഏൽക്കുകയും ആയിരുന്നു. അങ്ങനെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഷൂട്ടിങ് ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി. പ്രൊഡ്യൂസർ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ആ കൂടെയുള്ള ആള് രണ്ടാമത്തെ ദിവസം കാശും കൊണ്ട് വരാന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു പോവുകയാണ്. പിന്നെ ഇന്ന് വരെ പുള്ളി എത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ സിനിമ വീട് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ സിനിമ
നമുക്ക് തന്നെ ഏറ്റെടുത്തുവിടാന്നുള്ള ഒരു ചിന്തയിലാണ് സിനിമാ വീട് എന്ന പേര് ഉണ്ടാവുകയും പയ്യന്നൂർ അറിയാലോ, ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ്. നാടക വീട് എന്ന് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ സിനിമക്കും കൂടെ ഒരു വീടാവട്ടെ എന്ന് വിചാരിച്ച് സിനിമാ വീട് എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രൊഡക്ഷനായി. ആ പ്രൊഡക്ഷൻ ആണ് അത്. ശിവാട്ടന്റെ സൗഹൃദം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സൗഹൃദമാണ് അതിൽ ഭൂരിഭാഗവും സഹായിച്ചത്. പിന്നെ ആ സിനിമാ വീട്ടിലുള്ള 10-11 പേര് ഇതിന്റെ എല്ലാ ചുമതലയും ഏറ്റെടുത്ത് നമുക്ക് കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കാശും പണയമായിട്ടും അങ്ങനെയൊക്കെ പൂർത്തീകരിച്ച് ആണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ പൂർത്തീകരിച്ചത്. പിന്നെ അശോകേട്ടന് കിട്ടിയതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അശോകേട്ടനോട് പറഞ്ഞ പോലെ ഞാൻ ശിവേട്ടനും കൂടെയാണ് കഥ പറയാൻ വന്നത്. അങ്ങനെ കഥ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ സമ്മതിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഓഡീഷൻ നടത്തി. പയ്യന്നൂർ സൈഡിലുള്ള നാടക കലാകാരന്മാരും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. മനോജ് ഗെയും ഇന്ന് തിരക്കേറിയ ഒരു നടനാണ്. പിന്നെ അതുപോലെ തന്നെ അനുമോള് നായികയായിട്ട് അഭിനയിച്ച രഞ്ജി കാങ്കോൽ, ഇപ്പോൾ അമ്മയായിട്ട് അഭിനയിച്ച ഭാനുമതി, ആൻഡ്രോഡ് കുഞ്ഞപ്പനിലൊക്കെ തിളങ്ങിയ നടിയാണ്. അങ്ങനെ നിരവധി പേര്, രാജേഷ് അഴീക്കോട്, നിരവധി പേര് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരണം പൂർത്തിയാക്കി നല്ല രീതിയിൽ അത് പൂർത്തിയാക്കുകയും ഈ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. 31-ന് റിലീസ് ചെയ്യുകയാണ്. തുടർന്നും ഉള്ള റിലീസിന് ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം അഭ്യർത്ഥിച്ചോളൂ. ബാക്കി സിനിമയുടെ കാര്യങ്ങളും അതിന്റെ സംഭവങ്ങളൊക്കെ പറയുന്നതിന് ശരിയാണ്. അശോകേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്തർമാൻ എന്ന ഒരു നഗരത്തിന്റെ പുറമ്പോക്ക് കോളനിയിൽ താമസിക്കുന്ന ഏറെക്കുറെ അനാഥനായ ഒരു മനുഷ്യനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ അന്തർമാൻ. അദ്ദേഹത്തിന്റെ ഉമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തെ എടുത്തു വളർത്തിയ ഒരാളാണ് തെരുവിൽ. ആ കോളനി എന്ന് പറഞ്ഞാൽ അനാഥരായ മുഖ്യധാര സമൂഹം പുറന്തള്ളിയ, അവരുമായി ബന്ധമില്ലാതെ ചെറിയ ചെറിയ തൊഴിലുകളും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട്, അത് പ്രത്യേകിച്ച് രജിസ്റ്റർ ചെയ്ത വീടുകളോ അങ്ങനെ നമ്പറുള്ള വീടുകളോ ഒന്നും ഇല്ലാത്ത കോളനി, ചെറിയ ഷെഡുകളും സംഭവമൊക്കെ കെട്ടി താമസിക്കുന്ന ഒരു ചേരി പ്രദേശമാണ്. അവിടെ ആ കോളനിയിലുള്ളവർക്ക് മാത്രമല്ല ചുറ്റുപാടുള്ള പ്രദേശത്തെ മനുഷ്യരുടെ വീടുകളിലേക്കൊക്കെ ആവശ്യമായ ചെറിയ സഹായങ്ങൾ ലാഭേച്ഛയില്ലാതെ ചെറിയ എന്തെങ്കിലും 10 രൂപ അവർ കൊടുത്താൽ വാങ്ങി പോക്കറ്റിലിട്ട് പോകുന്ന ഒരാളാണ് അന്തർമാൻ. അന്തർമാന്റെ നിഷ്കളങ്കമായ ചില ഇടപെടലുകൾ, ചില പ്രവൃത്തികൾ ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില വിഭാഗീയതകൾ, ചില ചേരിതിരിവുകൾ ആണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. വലിയ അവകാശവാദങ്ങളില്ലെങ്കിലും ഈ സിനിമയെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക്, ഈ സിനിമ നിങ്ങൾ മറ്റൊരിടത്ത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ്. ഈ പറയുന്ന പ്രമേയം തീർച്ചയായും ഞങ്ങൾ ഉറപ്പു തരുന്നു. നമ്മൾ മറ്റൊരുപാട് സാഹിത്യത്തിൽ നിന്ന്, മറ്റു ഭാഷാ സിനിമകളിൽ നിന്ന്, ലോക സിനിമകളിൽ നിന്നൊക്കെ സ്വാധീനമുള്ള രചനകളും സിനിമകളും ഒക്കെ സ്വാഭാവികമായും അല്ലാതെയും ഉണ്ടാവാറുണ്ട്. ഈ കുഞ്ഞു സിനിമയ്ക്ക് പക്ഷേ അങ്ങനെ നിങ്ങൾ മറ്റൊരു സിനിമ ഓർമ്മ വരില്ല എന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അത് നിങ്ങൾക്ക് കണ്ടാൽ ബോധ്യമാവും. അതുപോലെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഹരിശ്രീ അശോകന്റെ പകർന്നാട്ടം ഈ സിനിമയിലുണ്ട്. അതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്. അതിലപ്പുറം അനുമോൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഭാനുമതി, പയ്യന്നൂർ, രഞ്ജി കാങ്കോൽ, മനോജ് കെയു തുടങ്ങി നമുക്കറിയാം വടക്കേ മലബാറിൽ സമീപകാലത്ത് നിർമ്മിക്കപ്പെട്ട നിരവധി സിനിമകൾ, വളരെ ശ്രദ്ധിക്കപ്പെട്ട തിങ്കളാഴ്ച നിശ്ചയം പോലെ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലെ ഉള്ള നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച വളരെ ടാലന്റഡ് ആയ ആർട്ടിസ്റ്റുകളൊക്കെ, അവരൊക്കെ നമ്മൾക്ക് വളരെ കാലമായി ചിരപരിചിതരും സുഹൃത്തുക്കളും നാട്ടുകാരും വളരെ അടുപ്പമുള്ള എല്ലാ ദിവസവും കണ്ടുമുട്ടുന്ന ആളുകളാണ്. അവരൊക്കെയാണ് ഈ സിനിമയിൽ. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയിൽ. ഈ പുറമ്പോക്ക് കോളനിയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. 4 ട്രാൻസ്ജെൻഡേഴ്സ് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു സിനിമയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പട്ടണം റഷീദ്ക്കയുടെ മേക്കപ്പാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം. അതുപോലെ സംഗീതം നൽകിയിരിക്കുന്നത് ശ്രീവത്സൻ മേനോനാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന നന്ദു കർത്തയാണ്. വൈശാഖ സൂടൻ, ഇപ്പോൾ നമുക്ക് കാണാവുന്ന ഒരുപാട് എല്ലാ സിനിമകളിലെയും വളരെ ഹിറ്റായ പാട്ടുകൾ എഴുതുന്ന വൈശാഖ സൂടൻ്റെ വരി
വരികളാണ്. ആദിത്യൻ ശിവകുമാർ ആണ് അത് ആലപിച്ചിരിക്കുന്നത്. അങ്ങനെ നിരവധി ഘടകങ്ങളുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയെ നിങ്ങൾ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റെന്തെങ്കിലും സംസാരിക്കാൻ ചോദ്യമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. നോർമലി ഇപ്പോഴത്തെ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ മാസ് അങ്ങനത്തെ ഒരു ട്രാക്കിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ. അങ്ങനെ ഒരു സമയത്ത് ഇതൊരു ചെറിയ പടമാണെന്ന് പറയുന്നു, എന്നാൽ അത്ര വലിയ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് നടത്തുന്ന സിനിമയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പം അനന്തരൂന്റെ മാനിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ എല്ലാ സിനിമയും ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ. അവസാനം ഇറങ്ങിയ ആവേശം പോലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ കൂടുതലായി പ്രവർത്തിച്ചിട്ടുള്ളത് കുറച്ച് അക്കാഡമിക് മൂവികളിലും ആ രീതിയിലുള്ള സിനിമകളിലാണ്. പക്ഷേ ഞാൻ കുറെ കൂടി ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ സിനിമ കുറെ കൂടി ആളുകളിലേക്ക് എത്തണമെന്ന് തീർച്ചയായും ആഗ്രഹമുള്ള ഒരു ആളാണ് ഞാൻ, ഒരു സംവിധായകനാണ്. ആ അർത്ഥത്തിൽ സിനിമ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ ആവശ്യമായതൊക്കെ ഈ സിനിമയിലുണ്ട് എന്നാണ്. അതിൽ ആവശ്യത്തിനുള്ള നർമ്മങ്ങളുണ്ട്, അതിന് വേഗതയുണ്ട്. നമ്മൾ കാണുന്ന ഒരു ഓഫ് ബീറ്റ് സിനിമ ഫെസ്റ്റിവൽ മൂവിയുടെ ഒരു സ്പീഡോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അല്ലാതിരിക്കാൻ തന്നെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ആ ജീവിതത്തിൻ്റെ വേഗതയൊക്കെ ആ സിനിമയ്ക്കുണ്ട്. ആ സിനിമ ആ അർത്ഥത്തിൽ നമ്മൾ ആ രീതിയിൽ തന്നെ ഇത് കണ്ട ആളുകൾ കൊച്ചിയിൽ നിന്നടക്കം പയ്യന്നൂരിൽ ഞങ്ങൾ 2 ദിവസം ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു. ഹൗസ്ഫുൾ ഷോ ആയിരുന്നു. കൊച്ചിയിൽ നിന്നടക്കം ഈ സിനിമ കാണാൻ ആളുകൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വളരെയേറെ പ്രത്യേകതകൾ ആ സിനിമകളുണ്ട്. കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ബാക്കി ഞങ്ങൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. ഈ സിനിമ ഇറങ്ങിയാൽ പറ്റുന്നവർ കാണുകയും ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് രൂപീകരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ജോണറുകൾ ഉണ്ട്. അങ്ങനെ വിവിധ ജോണറുകളിൽ സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, അതുണ്ടാവും. സിനിമയുള്ള കാലം ഒക്കെ അതുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന സിനിമകളുണ്ട്. നമ്മൾ നല്ല കണ്ടന്റ് പറയുന്ന സിനിമകൾ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള സിനിമകൾ, കാതല് പോലുള്ള സിനിമകൾ, ജിയോ ബേബി ഒക്കെ ചെയ്യുന്ന തരം സിനിമകൾ. അപ്പോൾ അത് പോപ്പുലർ ആവുന്നുണ്ട്, സൂപ്പർ ഹിറ്റുകളാവുന്നുണ്ട്. അത്തരം സിനിമകൾ, തിങ്കളാഴ്ച നിശ്ചയം പോലുള്ള സിനിമകൾ, അതിൻ്റെ അതിർവരമ്പുകളില്ല. നമ്മുടെ താരങ്ങളുടെ ഒരു വാല്യൂ സ്റ്റാർഡം ഉപയോഗിച്ച് മാത്രമല്ലാതെ അവരെ കഥാപാത്രങ്ങളാക്കിയും ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി സബ്ജക്റ്റും ആകുമ്പോൾ അത് റിലേറ്റ് ചെയ്യും, ആളുകൾ എൻജോയ് ചെയ്യുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ഈ സിനിമ അത് തെളിയിച്ചിട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ തെളിയിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പകർന്നാട്ടം തന്നെ ഈ സിനിമയിൽ കാണാൻ പറ്റും. അതുപോലത്തെ ഒരു കഥാപാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റൈല് വേഷമല്ല അത്, ഞാൻ ചെയ്യാത്തൊരു വേഷമാണ്. അപ്പോൾ ആ ക്യാരക്ടർ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഓരോ സീൻ എടുക്കുമ്പോഴും ഞാൻ ചോദിക്കും ഓക്കെയാണോ. അപ്പോൾ അത് ഓക്കെയാണെന്ന് ഡയറക്ടർ പറയാൻ നേരത്ത് വേറെ ഹാപ്പി ആയിരുന്നു. പിന്നെ എനിക്ക് മോണിറ്റർ കാണാമല്ലോ. അത് ടോട്ടലി ഞാൻ സിനിമ കണ്ടപ്പോഴും എനിക്കിഷ്ടമായി. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഭയങ്കര സംഭവം എന്ന് പറയാനായിട്ടുള്ള സംഭവമൊന്നുമല്ല, പക്ഷെ ഞാൻ ചെയ്യാത്തൊരു വേഷം ചെയ്തിട്ടുള്ളൊരു സന്തോഷം. അത് എനിക്ക് തന്നെ വിശ്വാസം ഉണ്ട്, നല്ല രസമുള്ള സാധനമാണെന്നുള്ളത്. നോർമലി മലയാളികൾക്ക് അശോകൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ എപ്പോഴും റിലേറ്റ് ചെയ്യുന്ന ഹ്യൂമർ റിലേറ്റ് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ്. അതിൽ നിന്ന് മാറി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് ഇപ്പോഴും തോന്നുന്നുണ്ടോ? അക്സെപ്റ്റ് ചെയ്യാത്ത പടം ഓടാത്തോണ്ടാണ്. കടകൻ എന്ന പടം കണ്ടോ? അത് തിയേറ്ററിൽ ഓടിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഒന്ന് ഭ്രമയുഗം, പിന്നെ പ്രേമലു, മഞ്ഞമ്മൽ ബോയ്സ്, ഇത് രണ്ടും തകർത്താടിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടെന്ന് അത് റിലീസ് ചെയ്തത്. ആ സമയത്ത് പോലും റിലീസ് ചെയ്യില്ലെന്ന് ഡയറക്ടർ പ്രൊഡ്യൂസർ പറഞ്ഞു എന്നാണ് അറിയുന്നത്. അപ്പൊ അത്രയും വലിയ പടങ്ങൾ നിൽക്കുമ്പോൾ ഐ ലെവലിൽ നിൽക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ട് കടകൻ, അതായത് എൻ്റെ ഹീറോ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് ആലോചിക്കണം. നമ്മൾ ഇപ്പൊ നമുക്ക് റിലീസ് ചെയ്യില്ല, ഓരോന്നിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് ഇട്ടിരുന്നെങ്കിൽ കടകൻ പിന്നെയും പറ്റില്ലേ? നിങ്ങൾ കണ്ടതല്ലേ? മോശം പടമല്ല എന്താണെങ്കിലും അതിൻ്റെ അത് നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. ആ പടം ഓടിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് കുറച്ച് വേഷങ്ങൾ, അതുപോലെ നല്ല വേഷങ്ങളും അതുപോലത്തെ ടൈപ്പ് വേഷങ്ങളെങ്കിലും കിട്ടിയേനെ. അപ്പൊ അതൊക്കെ നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല, നമുക്ക് കിട്ടുന്നത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതും അതുപോലെ ഒരു വേഷം കിട്ടിയപ്പോൾ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചെയ്യുന്നതാണ്. എന്ത് പടമാണെങ്കിലും ശരിയാണ്. ഇപ്പൊ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം അത്രയും ഹിറ്റായിട്ട് ഓടി, അതുകൊണ്ട് എല്ലാവരും മനസ്സിൽ നമ്മളുണ്ട്.
ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ ചെറിയൊരു വേഷമാണ് ചെയ്തത്. ആ പടം ഓടിയതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിച്ചത്. നേരെ മറിച്ച് ആ പടം ഓടിയില്ലെങ്കിൽ എന്നെ അന്നും അറിയില്ല, ഇന്നും അറിയില്ല, ആ ഒരു കാലഘട്ടം വരെ അറിയില്ലായിരുന്നു. അപ്പോൾ ഓടുന്ന പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്താലും അത് ശ്രദ്ധിക്കപ്പെട്ടാൽ നമ്മൾ ജനം നോട്ടിഫൈ ചെയ്യും. ഇത് അങ്ങനെയുള്ളൊരു വേഷങ്ങൾ വരുമ്പോൾ നമ്മളത് കിട്ടുമ്പോൾ നമ്മൾ ആരാണെങ്കിലും, ഞാനെന്നല്ല ഏതൊരു ആർട്ടിസ്റ്റാണെങ്കിലും സ്വീകരിക്കും. അത് ഓടാതെ വരുമ്പോഴാണ് അതൊന്നുമല്ലാതായി പോകുക. ഒരുപാട് താരമൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാർ കാസ്റ്റുള്ള പടങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചെറിയ പടങ്ങൾ ഒതുങ്ങി പോകാറുണ്ട്, അല്ലെങ്കിൽ തിയേറ്ററിൽ അങ്ങനെ നിലനിൽക്കാറില്ല. അങ്ങനെ ഒരുപാട് താരങ്ങൾ അങ്ങനെ മലയാള സിനിമയിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു കറക്റ്റ് ഒരു ഓർഡർ ഇല്ലാതെ സിനിമ ചെയ്യുക, ഇറക്കി വിടുക അങ്ങനത്തെ ഒരു സിസ്റ്റം ആയി പോകുന്നില്ല. അങ്ങനെ ഒരുപാട് താരങ്ങൾ മലയാള സിനിമയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ല, അതെങ്ങനെ നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും? എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം ഒന്നും തീർച്ചപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങളാണല്ലോ. ഇപ്പൊ പ്രൊഡ്യൂസർക്ക് പടം ചെയ്യണം എന്ന ആഗ്രഹം വരും, കഥ കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ ബേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ, ഒരു കഥ ഉണ്ടാക്കുമ്പോൾ ഈ കഥ എപ്പോൾ പറയാൻ പറ്റും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഏത് കഥ എപ്പോൾ പറയണം എന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ആട്ടം എന്ന് പറയുന്ന സിനിമ IFFK ഗംഭീരമായി ഞാൻ കണ്ട പടമാണ്. അത് തിയേറ്ററിലും ഭയങ്കര വിജയമായിരുന്നു ഇല്ലേ? അത് ഒരു മാസം അവർ റിഹേഴ്സൽ ക്യാമ്പ് ഇട്ട് അവിടെ എല്ലാവരും താമസിച്ച് പഠിച്ചു അങ്ങനെ എടുത്തൊരു സിനിമയാണ്. അത് ആ ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്തതാണ്. അന്നേരം കൊമേഴ്സ്യലും വിജയിച്ചു. സംഭവിക്കുന്നതാണ് അതൊക്കെ. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ജനങ്ങൾ സ്വീകരിക്കും, പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിപ്പോൾ വേറെ പടത്തിൻ്റെ പ്രൊമോഷനിലായിരുന്നു. അവിടുന്ന് ഇവിടെ എത്താൻ ഒരുപാട് സമയത്ത് എടുത്തു. മഴയാണ് കാരണക്കാരൻ. മഴയില്ലാതെ കുറച്ച് നേരത്തെ ഞാൻ എത്തിയേനെ. അപ്പോൾ കാരണങ്ങൾ പലതുണ്ട്. പലതും സംഭവിക്കുന്ന വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് പല സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ. എന്നാലും ഇനിയും ഇത് ചില പടങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഷൂട്ടിംഗ് വരെ പലതും നിർത്തിവെച്ചു, റിലീസിങ് മാറ്റി വെച്ചു. ഇത് കുറച്ച് നാളായതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ റിലീസ് ചെയ്യുന്നു. പിന്നെ ജനങ്ങളാണ് ഇതൊക്കെ കണ്ടിട്ട് വിധിയെങ്കിലും ഇപ്പം പലതും പല സിനിമകളൊക്കെ കാണുന്നത് പല ആഗ്രഹമുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളവർ ഇത് കണ്ടിട്ട് എന്താണെന്ന് വിലയിരുത്തട്ടെ എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. ഇത്രയും നാൾ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട്. അപ്പോൾ ഇതുപോലുള്ള കഥാപാത്രം ജനങ്ങളെ ഏറ്റെടുക്കാൻ വൈകിപ്പോയി. അപ്പോൾ ഇതൊരു ബ്രേക്ക് നൽകുന്ന ഒരു കഥാപാത്രമായിരിക്കും. ഇന്ദ്രൻ സൈഡിന് ഹോം എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ബ്രേക്ക് തന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ അത് പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയിരുന്നു. ഇന്ന് ടെർബോ പോലുള്ള വൻ പടങ്ങൾ ഓടുമ്പോൾ ഈ സിനിമ ഇപ്പം തന്നെയാണ് ഇറക്കാൻ പറ്റിയ ടൈം എന്ന് തോന്നുന്നുണ്ടോ? ഈ സിനിമ ഇറക്കുന്നത് നടനല്ല, പ്രൊഡ്യൂസറും ഡയറക്ടറും തീരുമാനിച്ചിട്ടാണ്. നമുക്ക് കിട്ടുന്ന വേഷം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിലേക്ക് അത് തരുമ്പോൾ നമ്മളെ ആടി തീർക്കുകയാണ് അവിടെ. അത് എപ്പോഴാണ് ഇറക്കേണ്ടത്? ഞാൻ ഇപ്പം പറഞ്ഞ കാര്യമാണ്. അത് എപ്പോഴാണ് ഇറക്കേണ്ടത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല. ഇപ്പൊ എനിക്കിപ്പോ ഈ പടം അഭിനയിച്ചു, എനിക്കത് വലിയ കുറെ വേഷങ്ങൾ വരും എന്നുള്ളതല്ല എൻ്റെ പ്രതീക്ഷ. എനിക്ക് കിട്ടിയ വേഷം ഞാൻ ഭംഗിയാക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഏതൊരു നടനും നടിയുമാണെങ്കിലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഒരു ക്യാരക്ടർ കൊടുത്താൽ 100% പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ആർക്കും പറ്റില്ല. അത് വിദേശത്തുള്ള തുടങ്ങി നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ, പിന്നെ മലയാളത്തിലെ നമ്മുടെ മലയാള സിനിമയുടെ അച്ചുതണ്ടുക്കളായിട്ടുള്ള 2 അച്ചുതണ്ടാണ് മലയാള സിനിമ, ഒന്ന് മമ്മൂട്ടി, ഒന്ന് മോഹൻലാൽ. അവർ പറയും പച്ചനെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ഒരു നടനും ഒരു ക്യാരക്ടറും പറ്റില്ല. എത്ര നമ്മൾ അഭിനയിച്ചാലും ശരിയാണ്, നമ്മൾ ആ സ്ക്രീനിൽ കാണുമ്പോൾ അവിടെ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ എത്ര നന്നായിട്ട് നമുക്ക് അഭിനയിച്ചാലും ശരിയാണ്, പോരായ്മകൾ അവിടെ എവിടെയെങ്കിലും ഇത്തിരി ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് വെച്ചാൽ നന്നാകും, നമുക്കിങ്ങനെ കുറേ വേഷങ്ങൾ കിട്ടിയിട്ട് സന്തോഷം, നന്ദി പറയാന്നുള്ളതാണ്. അല്ലെങ്കിൽ നാളെ ഇൻഷുറൻസ് ചെയ്തോലെ ഹോമിൽ ഒരു ബ്രേക്ക്, ആ ബ്രേക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ ചെയ്യുന്നത്. എന്നെ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിലല്ലേ ഡയറക്ടർ വിളിക്കുള്ളൂ. അല്ലാതെ എനിക്ക് വേറൊരു വേഷം തരുന്ന വേഷം ഭംഗിയാക്കുക. 90s ഉള്ള പോലത്തെ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെയുള്ള നല്ല തീർച്ചയായിട്ടും 100% വളരെ ആഗ്രഹമുണ്ട്. ഇപ്പൊ കൊതിയാണ് ഇപ്പൊ ചെയ്യാനായിട്ട്. വരുന്നുണ്ട് കുറേ കഥകൾ വന്നു, ഒരു കഥ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം കോമഡി എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കോമഡി അഭിനയിക്കാനും ബുദ്ധിമുട്ടാണ്, കോമഡി എടുക്കാനും ബുദ്ധിമുട്ടാണ്. മൂന്നും അതിൻ്റെ വശങ്ങൾ കറക്റ്റായില്ലെങ്കിൽ വർക്കൗട്ട് ആവില്ല. അന്ന് പറയുന്ന കഥകൾ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, ചിലത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, എല്ലാമല്ല ചിലത് ഞാൻ പറ്റും നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് പോയിട്ട് അവർ വർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇത്രയും ക്യാരക്ടറാണ് അതിൽ എനിക്ക് പറഞ്ഞിരിക്കുന്നത്.
അതൊക്കെ ബാക്കി നടക്കുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താണ് ഇവർ പറയുന്നത് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരു സുഖമില്ലാത്ത കഥകളാണ്. എന്തെങ്കിലും തമാശകൾ പറയുക എന്നുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ വെറുതെ കുറേ അഭിനയിച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചിലത് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ നല്ല കോമഡി സിനിമകൾ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് തീർച്ചയായിട്ടും അഭിനയിക്കാൻ പറ്റും. അതിനെപ്പോഴും ഞാൻ കൊതിച്ചിരിക്കുന്നത്. അത് റേഷൻ പോലെയാണ് നമ്മുടെ കോമഡി. അതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ചേട്ടൻ പറയും കോമഡി ഉണ്ടാക്കാൻ പാടാണ്, ചെയ്യാൻ പാടാണെന്ന്. അപ്പം ഒരുപാട് പ്രേക്ഷകരെ ചിരിപ്പിച്ച എന്നും ഓർക്കുന്ന ഒരു പടമാണ് CID മൂസ. അപ്പോൾ നോർമലി എല്ലാ പടങ്ങളിലും രണ്ടാം ഭാഗം വരുമ്പോൾ അതിന് വേറൊരു വേഷം പോലെ ചെയ്യുന്ന സമയത്ത് മിക്ക പടങ്ങളും അങ്ങനെ വിജയിക്കാറില്ല. CID മൂസ 2 ഇപ്പോൾ വരാൻ പോകാമെന്ന് നമുക്ക് പ്ലാനിങ് കേൾക്കുന്നു. അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ പേടിയുണ്ടോ? ഇതേപോലെ ഇത് വർക്കൗട്ട് ആവുമോ കോമഡി? അതിന്റെ വേറൊരു വശം പറഞ്ഞു. ഇപ്പൊ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ്. ഭയങ്കര പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാല് പഞ്ചാബി ഹൗസ് ജനങ്ങളുടെ മനസ്സിലുണ്ട്, വേൾഡ് മലയാളികളുടെ എല്ലാം മനസ്സിലുണ്ട് ആ സിനിമ. അത്രയെങ്കിലും ആവണം, അതിന്റെ മേളിലാണ് വരേണ്ടത്. അത്രയെങ്കിലും ആയില്ലെങ്കിൽ പഞ്ചാബി ഹൗസ് മനസ്സിലുണ്ടായ എല്ലാ ഇത് പോകും. അപ്പൊ ഭയങ്കര പേടിച്ചെന്നെ ചെയ്യണ്ട. അത് ഞാൻ മാത്രമല്ല, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ എല്ലാം കറക്റ്റായിട്ട് കയറിയെങ്കിൽ മാത്രമേ അത് ചെയ്യൂ. അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത്. അത് CID മൂസയും അങ്ങനെ തന്നെയാണ്. അതിന്റെ മേലേക്ക് വരണം, അതിനെ ഒപ്പം നിൽക്കണം. അപ്പൊ നമ്മളെല്ലാം നമ്മൾ ചെയ്തു വെച്ചതിന്റെ പേര് കൂടി പോകും. ചിലപ്പോൾ നന്നാവും, പ്ലാനിങ് ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ കണ്ടുവരുന്നത് സിനിമ ഇപ്പൊ 2024 സിനിമകളുടെ സുവർണകാലം എന്ന് പറയുന്നത്. നല്ലൊരു കോടികൾ സമ്പാദിക്കുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മാതൃക മലയാള സിനിമ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ തന്നെ മലയാള സിനിമയിലെ ആക്ടേഴ്സിനെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് ഒരു വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആക്ടേഴ്സിന്റെ പണ്ട ഇപ്പൊ മമ്മൂക്കയുടെ വിഷയം വരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് ആരൊക്കെയോ എന്തൊക്കെയോ സിനിമയെ തകർക്കാൻ, ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു. മമ്മൂക്കെ പോലെ പുഴുവിന്റെ കേസിൽ മമ്മൂക്കെ പോലൊരു ആക്ടറെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുക വിഷയം അറിയാമോ? ഞാനിപ്പോ പത്രം വരുത്തുന്നതാണ്. ഞാൻ ഹെഡ്ലൈൻ വായിക്കും, എന്നിട്ട് ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ വായിക്കണമെന്ന് ഡീറ്റെയിൽ. ഞാൻ അങ്ങനെ മാത്രമേ വായിക്കാറുള്ളൂ. കാരണം എനിക്ക് ആവശ്യമുള്ള പത്രം ഞാൻ എടുക്കാറ്. അപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്ത ഞാൻ എൻ്റെ ബ്രെയിനിൽ സൂക്ഷിക്കാറില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമുക്കൊരു മനുഷ്യന് 24 മണിക്കൂറാണ് ഒരു ദിവസം എടുക്കുന്നത്. ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ ചിന്തിക്കാറുമില്ല, സംസാരിക്കാറുമില്ല, സൂക്ഷിക്കാറുമില്ല. സംസാരിക്കുന്നത് സംസാരിച്ചോട്ടെ, ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കുക അല്ലേ. നമുക്കല്ലാതെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. മലയാള സിനിമയെ സംരക്ഷിക്കാൻ എല്ലാവരും നോക്കണ്ട അല്ലേ, അതല്ലേ പറഞ്ഞത്. അപ്പൊ എന്നെ മറുപടി അത്ര. സുഹൃത്ത് ചോദിച്ച ഈ ചോദ്യത്തിന്റെ അതിലൊരു വാസ്തവമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിർഭാഗ്യകരമായ ചില പ്രവണതകൾ, ചില ചേരിതിരിവുകൾ ഉണ്ടാകുന്നുണ്ട്. അത് താരങ്ങളെ കേന്ദ്രീകരിച്ചു അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംസാരിക്കുന്നു. നമ്മളാരും അത് കേൾക്കാനോ അങ്ങനെ ചിന്തിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ സമൂഹത്തിലെ ചില പ്രതിഫലനങ്ങളാണ്. ആ കാലം ഒരു കാലം ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങളാണ്. അതുകൂടി ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രമേയമാണ്. ഈ സിനിമയിലെ അന്തർമാൻ എന്ന കഥാപാത്രം ചെന്നെത്തുന്ന ഒരു പ്രതിസന്ധിയുണ്ട് സിനിമയുടെ ഒരു ഘട്ടത്തിൽ. അത് ഇതുകൂടിയാണ്. അത് കാരണം നമ്മുടെ സമൂഹത്തിൽ എന്താണോ നടക്കുന്നത് അത് പ്രതിഫലിക്കുന്നുണ്ട്. അത് അന്തർമാൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഈ സിനിമ. അത് ആ ചോദ്യത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ. അതുപോലെ ഈ സിനിമ സിംഗ് സൗണ്ട് ചെയ്ത ഒരു സിനിമയാണ്. ശബ്ദത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന സിനിമയാണ്. അത് തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അതുകൂടി ഈ കൂട്ടത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന്റെ കൂടെ ഒരു ചോദ്യം. ഇപ്പൊ ഇത്രയും നാളായിട്ട് ഇപ്പൊ ഇവിടെ ഉള്ളവരാണെങ്കിൽ പോലും നന്നായിട്ട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ മമ്മൂക്ക് ഒരു നല്ല പിന്തുണ കൊടുക്കാനോ തയ്യാറാവുന്നില്ലായിട്ട് തോന്നുന്നു. കേൾക്കുന്നതല്ലാതെ എനിക്കതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട്. ഞാനത് എൻ്റെ സമീപത്ത് പറയുന്നുണ്ടാവും, എനിക്ക് കിട്ടുന്ന വേദികളിൽ പറയുന്നുണ്ടാവും. അതിനേക്കാൾ വലിയ അത് പറയേണ്ട ആളുകളുണ്ടാവാം. ചില ആളുകൾ ചിലപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയും കൂടി, ഇത് വ്യവസായം കൂടിയാണ്. അപ്പോൾ അതിനകത്ത് പല ആളുകളും തലയിട്ട് അഭിപ്രായം പറയാൻ ശ്രമിക്കില്ല. അതൊക്കെ അതിൻ്റെ ഭാഗമല്ലേ. സിനിമ എന്ന് പറയുന്ന കോടികൾ മറിയുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിനകത്ത് ചില ഇമേജുകൾ നിലനിർത്താൻ വേണ്ടി ആളുകൾ ശ്രമിക്കും. എന്തായാലും സാധാരണ ജനങ്ങൾ അതൊന്നും എടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ന്യൂനപക്ഷം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ചേരിതിരിവൊക്കെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അന്തർമാൻ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്സ് നേരത്തെ പറഞ്ഞു. അതായത് അന്തർമാന്റെ ഇടപെടലുകൾ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭിന്നതകൾ. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഈ പൊളിറ്റിക്സിന് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റിന് കൊടുക്കാൻ സാധിക്കും?
അബ്ദുറഹ്മാന്റെ ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ ആരുമില്ലാത്ത കോളനിയിൽ, പുറമ്പോക്ക് കോളനിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ. അപ്പം അവരുടെ ജീവിതം, കാരണം അവർക്ക് സ്വന്തം വീടില്ലാത്ത, സ്ഥലമില്ലാത്ത, വികസനം വരുമ്പോൾ വീട് പൊളിച്ചു മാറ്റപ്പെടുന്ന കോളനിക്കകത്ത് താമസിക്കുന്ന മനുഷ്യരാണ് അവർ. അവസാനം ചിതറിപ്പോകുന്ന മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പ്രത്യക്ഷമായി രാഷ്ട്രീയം പറയാൻ ഒരു സിനിമയല്ല അത്. പക്ഷെ അത് മനസ്സിലായി അതിനകത്ത് രാഷ്ട്രീയമുണ്ട് താനും. സാധാരണ മനുഷ്യർ, പുറമ്പോക്ക് മനുഷ്യർ, അവരുടെ ജീവിതം, അവർ നേരിടുന്ന പ്രതിസന്ധികൾ, ട്രാൻസ്ജെൻഡേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ, അത് പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടാവും. അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ സിനിമയിലും ഉണ്ടാവും. പയ്യന്നൂരിൽ നിന്ന് തന്നെയാണോ മറ്റ് കാസ്റ്റൊക്കെ? പയ്യന്നൂർ, അതെ, വടക്കേ മലബാർ, പയ്യന്നൂർ, തീർച്ചയായിട്ടും കൂടുതൽ പയ്യന്നൂർ, കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇതിനകത്തുള്ളത്. ശ്രീ അശോകേട്ടൻ, അതുപോലെ അനുമോൾ തുടങ്ങി ആളുകൾ കഴിഞ്ഞാലൊക്കെ പയ്യന്നൂർ പ്രദേശത്തുള്ള, കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള ആളുകളാണ്. അത് ഞാൻ പറഞ്ഞ ഈ മെയിൻ സ്ട്രീം സിനിമകളിലൊക്കെ ഇപ്പോൾ സജീവമായ ആളുകൾ തന്നെയാണ്. എല്ലാവരും വലിയ വേഷങ്ങളൊക്കെ ചെയ്ത ആളുകൾ തന്നെയാണ്. അനുമോളെ കുറിച്ച് പറഞ്ഞാല് മലയാള സിനിമയിൽ ഭയങ്കര ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഏറ്റവും അടുത്തിറങ്ങിയ CID രാമേന്ദ്രനിൽ ഒരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അതും ഷാജോണും ഡയറക്ടർ അടക്കം പറഞ്ഞു അനുമോൾ അല്ലെങ്കിൽ അത് വേറെ ആരും ചെയ്യില്ല, അല്ലെങ്കിൽ അനുമോൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഇതിലുള്ള അനുമോളുടെ കഥാപാത്രം എങ്ങനെയുള്ള കഥാപാത്രമാണ്? തീർച്ചയായും വളരെ വളരെ മികച്ച ഒരു അഭിനേത്രിയാണ് അനുമോൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അനുമോളിലേക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമ ആലോചിച്ച് ആ സിനിമ നടന്നില്ല. അതിന് അനുമോളെയാണ് ഞാൻ സമീപിച്ചതും ആ സ്ക്രിപ്റ്റ് വായിച്ചതും ആ കഥാപാത്രത്തോടുള്ള അവരുടെ സമീപനവും അത് ചെയ്യാനുള്ള അവരുടെ ആഗ്രഹവും അശോകൻ നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ ഒരു ആഗ്രഹമുള്ള മനുഷ്യരെ നമുക്ക് കണ്ടുകിട്ടാൻ പ്രയാസമാണ്. അവരതിനെപ്പറ്റി പ്രതിഫലത്തെ പറ്റിയല്ല ആദ്യം സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആ സിനിമ എനിക്ക് നടന്നില്ല. പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിലെ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ആൾ അനുമോളാണ്. ഞങ്ങൾ മറ്റൊന്നും ആലോചിക്കാതെ അനുമോളിലേക്ക് എത്തിയായിരുന്നു. അത് നമുക്ക് ആ സിനിമ കണ്ടാൽ അറിയാം അവർ എത്ര സൂക്ഷ്മമായാണ് അവരുടെ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളത്. വളരെ വളരെ ഗംഭീരമായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു മലയാളത്തിലെ വളരെ അങ്ങനെ ആ രീതിയിലുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടില്ല, അപൂർവം കിട്ടിയിട്ടുണ്ട്. നേരത്തെ അശോകൻ പറഞ്ഞതുപോലെ അത് ഓഫ് ബീറ്റ് ചില ഫെസ്റ്റിവൽ സിനിമകളിലൊക്കെയാണ്. ഇപ്പോൾ സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ പത്മിനി, അല്ലെങ്കിൽ മനോജ് ഖാനയുടെ ശായില്യം പോലെയുള്ള സിനിമകൾ. വെടിവഴിപാടാണ് ഏറെക്കുറെ അവരെ കുറച്ചുകൂടെ പോപ്പുലർ ആക്കിയ സിനിമ എന്ന് തോന്നുന്നു. എന്തായാലും വളരെയേറെ സാധ്യതയുള്ള ഒരു അഭിനേത്രിയാണ് അവർ. പ്രേക്ഷകർ ഈ സിനിമ പരമാവധി തിയേറ്ററുകളിൽ ചെന്ന് കാണുക, മുൻവിധിയില്ലാതെ കാണുക. ഇതൊരു വലിയ സിനിമയാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല, പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഇത് നിങ്ങളെ നിരാശപ്പെടുത്തില്ല, അത്രയും പറയാം. ഈ സിനിമ നിങ്ങൾ മറ്റെവിടെയും കണ്ടിട്ടില്ല, ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല, ഇത്രമാത്രം. സന്തോഷം. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു.